അതായത് ലോകത്തിൻ്റെ സാമ്പത്തിക ശ്വാസനാളം എന്നറിയപ്പെടുന്നതാണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ്, അതായത് ഹോർമസ് കടലിടുക്ക്. ഇറാനിന് വലിയൊരു ജോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ് ഉള്ള ഒരു കടലിടുക്കാണിത്. ഇറാനിന് വലിയ കൺട്രോളുള്ള ലോക സാമ്പത്തികത്തിൻ്റെ മുകളിൽ വലിയൊരു കൺട്രോളുള്ള ഒരു വെപ്പണാണ് ശരിക്ക് ഇറാനെ സംബന്ധിച്ചിടത്തോളം. ഇത് ഒരു ന്യൂക്ലിയർ വെപ്പണിനേക്കാൾ അതിശക്തമായ മറ്റുള്ള ലോകരാഷ്ട്രങ്ങളെ US ഇറാൻ വാറിലേക്ക് പ്രഷർ ചെയ്ത് കൊണ്ടുവരാനും മറ്റുള്ള രാഷ്ട്രങ്ങളെ എല്ലാം ചിന്തിപ്പിക്കാൻ ഏറ്റവും വലിയൊരു വെപ്പണാണ് ഇറാൻ ഇത് യൂസ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് പറയാം. ഏകദേശം 33 കിലോമീറ്റർ വിടുത്തുള്ള ഒരു കടലിടുക്കാണിത്. ഈ 33 കിലോമീറ്റർ രാജ്യാന്തര നിയമപ്രകാരം 22 കിലോമീറ്റർ കടലിലെ കൺട്രോള് ഒരു രാഷ്ട്രത്തിനാവാം. അതായത് ഇറാന് 22 കിലോമീറ്ററിൻ്റെ സ്പാന് വരെ കൺട്രോളുണ്ട് ഈ ഒരു ഹോർമസിൻ്റെ മുന്നിൽ. ലോകത്തിൻ്റെ പല വ്യാപാരങ്ങളും നടക്കുന്നതും എസ്പെഷ്യലി ക്രൂഡ് ഓയിലിൻ്റെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് സർവീസ് നടത്തുന്ന ഈ ഒരു കടലിടുക്ക് 30% വരെ ആണ് ഇതിൻ്റെ ഒരു വ്യാപാരം ലോകത്തിൻ്റെ ഓൾ ടുഗെദർ ഗ്ലോബൽ എക്കണോമിയെ സംബന്ധിച്ചുള്ള എടുക്കുകയാണെങ്കിലും. പക്ഷേ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വലിയ രീതിയിലൊരു പ്രതിസന്ധി വരാൻ പോകുന്നുണ്ട്. സപ്പോസ് ഇറാൻ ഈ ഒരു ഹോർമസ് ക്ലോസ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ, ഷട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യയുടെ ഓയിലിൻ്റെ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസിൻ്റെയും ഓയിലിൻ്റെയും 90% ഇമ്പോർട്ടഡ് ആണ്, മറ്റുള്ള രാഷ്ട്രങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നാണ് വലിയൊരു ഇമ്പോർട്ട് ഇന്ത്യയിൽ നടത്തുന്നത്. ഈ 90%ൻ്റെ 50% ഓയിലിൻ്റെ 50%ഉം നാച്ചുറൽ ഗ്യാസിൻ്റെ 60%ഉം ഈ ഒരൊറ്റ ഹോർമസിലൂടെയാണ് കടന്നു വരുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് വിൽ ബി ഹ്യൂജ്. മാത്രമല്ല ഇന്ത്യയുടെ ലോകരാഷ്ട്രത്തിലെ 3rd പൊസിഷനാണ് ഓയിൽ കൺസംഷൻ ഇന്ത്യയിൽ. US ചൈന കഴിഞ്ഞാൽ 3rd പൊസിഷനിൽ ഇന്ത്യയുണ്ട്. പെർ ഡേ കൺസംഷൻ എന്ന് പറയുന്നത് 5.6 മില്യൺ പെർ ഡേ ബാരലാണ്. 5.6 ബാരൽ പെർ ഡേ. വലിയൊരു കൺസംഷൻ നടക്കുന്ന ഇന്ത്യൻ്റെ 50% വരുന്ന ഹോർമസ് കടലിടുക്ക് ഷട്ട് ഡൗൺ ചെയ്താൽ, ക്ലോസ് ഡൗൺ ചെയ്താൽ ഇന്ത്യയിലെ ഓരോ അടുക്കളയിലെ ഈ ഒരു പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധിൻ്റെ റിഫ്ലക്ഷൻസ് വന്നു തുടങ്ങും. മാത്രമല്ല ഈ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടും. കാരണം വാറിൻ്റെ ഒരു അൺസർട്ടൻസി നിലനിൽക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഈ ഹോർമസ് കടലിടുക്കൊക്കെ നിൽക്കുമ്പോൾ ഈ കോസ്റ്റ് ഓഫ് ഷിപ്മെൻറ്റ് ഭയങ്കരമായിട്ട് കൂടും. ഇൻഷുറൻസ് കൂടും, കോസ്റ്റ് ഓഫ് ഷിപ്മെൻറ്റ് കൂടും, ഡിലേ വരും. മറ്റുള്ള റൂട്ടുകളിലൂടെ എടുക്കുമ്പോൾ വരുന്ന ഡിലേ ദാറ്റ് വിൽ റിഫ്ലക്റ്റ് ഇൻ ദ കോസ്റ്റ് ഓഫ് ബൈയിങ്. വലിയൊരു പ്രതിസന്ധിയാണ് ഈ ഒരു ഊർജ്ജ പ്രതിസന്ധിയിലൂടെ ഇന്ത്യയും ലോകരാഷ്ട്രങ്ങളും ഇന്ന് ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂക്ലിയർ വെപ്പണിനേക്കാൾ അപ്പുറമുള്ള ഒരു വെപ്പണാണ് ഈ ഒരു US ഇറാൻ വാറിൽ അറ്റാക്ക് ചെയ്ത് US-ഉം ഇസ്രായേലും ഇറാനെ അറ്റാക്ക് ചെയ്യുന്നതോടുകൂടി മറ്റുള്ള രാഷ്ട്രങ്ങളെ പ്രഷറിൽ മുൾമുനയിൽ നിർത്തിയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു വെപ്പൺ എന്ന് പറയുന്നത് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ അത് എങ്ങനെയായിരിക്കും ഈ ഒരു ലോകരാഷ്ട്രങ്ങൾ അതിനെ ചർച്ചയിലെടുക്കുന്നത്, എങ്ങനെ ഡിബേറ്റ് ചെയ്യുന്നു, എങ്ങനെ കൺക്ലൂഷനിലെത്തുന്നു എന്നുള്ളത് വലിയൊരു സെൻസിറ്റീവ് മാറ്റർ തന്നെയാണ്.